ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ മഹേഷ് വിശ്വസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. ഹൈന്ദവ ജനതയ്ക്ക് ആവശ്യമാകുന്ന തരത്തിലുള്ള എൻ്റെ അറിവിലുള്ള വസ്തുതകളെല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ യൂട്യൂബ്, ഫേസ്ബുക്ക് മുതലായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾക്ക് എന്നാൽ ചെയ്തു തരാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള എൻ്റെ സേവനങ്ങളും നിങ്ങൾക്ക് എന്നും എപ്പോഴും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ലളിതാ സഹസ്രനാമ ജപം ഹൈന്ദവ ആരാധന സമ്പ്രദായങ്ങളിൽ ഏറ്റവും അധികം ഫലപ്രാപ്തി തരുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ തരുന്നതായിട്ടുള്ള മന്ത്രജപങ്ങളിൽ ഒന്നാണ് ലളിതാ സഹസ്രനാമ മന്ത്രജപം. നിത്യവും ലളിതാ സഹസ്രനാമ ജപം ചെയ്യുന്നവന് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കിന്നൊന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കിയെടുക്കാം. ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിൽ പെടുന്ന ഒരു സ്തോത്രമാണ് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം. ദേവി ആദിപരാശക്തിയുടെ ഏറ്റവും മഹിമയേറിയിരിക്കുന്ന ഈ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതിലൂടെ സൗഭാഗ്യം അടിക്കടി വർദ്ധിച്ചു വരും, അത് നിശ്ചയമാണ്. മാത്രമല്ല, ജാതകദോഷം, ഗ്രഹദോഷം, ശാപദോഷം, പാപദോഷം, സുഹൃതക്ഷയം തുടങ്ങി എല്ലാ ദോഷങ്ങളും ദിവസവുമുള്ള നാമജപത്തിൽ ലയിച്ചില്ലാതെയായിത്തീരും. ദീർഘായുസ് ഉണ്ടാവുകയും സൽസന്താനങ്ങൾക്ക് ഉടമയാകുകയും ചെയ്യും. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന അവസരം ഉണ്ടാവുകയും പെൺകുട്ടികൾക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് വിവാഹം നടക്കുകയും ചെയ്യും. വൈധവ്യ ദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ അകന്നു പോകുകയും ചെയ്യും. ലളിതാ സഹസ്രനാമത്തിന്റെ മാഹാത്മ്യം വിവരിക്കാൻ സാഹസമുള്ള പ്രവൃത്തിയാണ്. മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും അഗാധതയിലേക്ക് ഗമിക്കുന്ന ജ്ഞാനാനന്ദ പ്രവാഹമാണ് ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം. ശ്രേഷ്ഠതയിൽ ശ്രേഷ്ഠവുമാണ് ആദിപരാശക്തിയുടെ 1000 നാമങ്ങൾ. ശ്രീ മഹാദേവിയെ പറ്റി വിവരിക്കുന്ന 10ഓളം പ്രധാനപ്പെട്ട സഹസ്രനാമങ്ങളിൽ ഏറ്റവും കീർത്തിയേറിയതാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം. മന്ത്രശക്തി നിർഭരിതവുമാണ്. എല്ലാ നാമങ്ങളിൽ വെച്ച് ശ്രേഷ്ഠവും വളരെ വളരെ ഔഷധപ്രദായകവുമാണ് വിഷ്ണുനാമങ്ങൾ. 1000 വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം. അതായത് 1000 തവണ വിഷ്ണുനാമം ജപിക്കുന്ന അത്രയും പുണ്യം നമുക്ക് ഒരു തവണ ശിവന്റെ നാമം ജപിച്ചാൽ കിട്ടുമെന്നർത്ഥം. അങ്ങനെയുള്ള ആ ഒരു ശിവനാമം ചെല്ലുമ്പോൾ അത്രയും ഫലമുണ്ടെങ്കിൽ 1000 ശിവനാമം ചെല്ലുന്ന അതേ ഫലമാണ് ഒരു ദേവീ നാമം ചൊല്ലുന്നതിന്. ദേവീ സഹസ്രനാമങ്ങൾ അനേകമുണ്ടെങ്കിലും ലാളിത്യവും ഗാംഭീര്യവും ഒത്തിണങ്ങിയതാണ് ആദിപരാശക്തിയായ മാതാവിന്റെ ലളിതാ സഹസ്രനാമം. ഏത് കുറ്റത്തിനും മാപ്പ് നൽകുന്ന കോടതി ഒന്നേ ഉള്ളൂ, അതാണ് മാതൃഹൃദയം. ഏത് ദുഃഖത്തിനും ശാന്തി നൽകുന്നതാണ് ദേവീനാമം. ഈ സ്തോത്രം നിത്യോപാസന ചെയ്യുന്നവർക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. സാക്ഷാൽ മാതൃസ്വരൂപിണിയാണ് ലളിതാദേവി. ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ നാമവും ഓരോ മന്ത്രമാണ്. ഓരോരുത്തർക്കും ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ ലളിതോപാസന സാധ്യമാവുകയുള്ളൂ. ഈ 1000 നാമങ്ങളിൽ, സഹസ്രനാമങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ 3 ഏകാക്ഷരി മന്ത്രങ്ങളും 72 ദക്ഷരി മന്ത്രങ്ങളും 139 ത്രിക്ഷരി മന്ത്രങ്ങളും 281 ചതുരക്ഷരി മന്ത്രങ്ങളും 120 പഞ്ചാക്ഷരി മന്ത്രങ്ങളും 58 ഷഡക്ഷരി മന്ത്രങ്ങളും 2 സപ്താക്ഷരി മന്ത്രങ്ങളും 240 അഷ്ടാക്ഷരി മന്ത്രങ്ങളും 7 ദശാക്ഷരി മന്ത്രങ്ങളും 3 ഏകാദശാക്ഷരി മന്ത്രങ്ങളും 3 ദ്വാദശാക്ഷരി മന്ത്രങ്ങളും 72 ഷോഡശാക്ഷരി മന്ത്രങ്ങളുമാണ് ദേവിയുടെ 1000 നാമങ്ങൾ. ഇതിൽ നിന്ന് തന്നെ ലളിതാ സഹസ്രനാമ ജപത്തിന്റെ ദിവ്യത്വം മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചൊരു മന്ത്രജപം ഇനി ആവശ്യമില്ല. ഏതു തരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായാലും ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ മുക്തരാകാൻ സാധിക്കും. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും മാതാവിനെ ഉപാസിക്കാവുന്നതാണ്. മായയിൽ മുങ്ങിക്കഴിയുന്ന മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുവാൻ ശ്രീ ലളിതാ സഹസ്രനാമ ജപം ഉപകരിക്കും. ഇതിന് തുല്യമായൊരു സ്തോത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഹയഗ്രീവ അഗസ്ത്യ സംവാദത്തിന്റെ ഒരു ഭാഗമാണ് ലളിതാ സഹസ്രനാമ സ്തോത്രമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. രോഗങ്ങൾ വരാതിരിക്കുവാനും വന്ന രോഗങ്ങൾ മാറുവാനും അപമൃത്യുവിൽപ്പെടാതിരിക്കാനും ഈ നാമം ഉപകരിക്കും. ദിവസവും 20 അല്ലെങ്കിൽ 25 മിനിറ്റ് നേരം കൊണ്ട് ഈ നാമം ജപിച്ചു തീർത്ത ശേഷം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ ഒരു കാര്യങ്ങൾക്കും വിഘ്നമുണ്ടാവുകയില്ല.
അർത്ഥം ഗ്രഹിക്കാതെയാണെങ്കിൽ പോലും മനസ്സറിഞ്ഞ് സേവിച്ചാൽ ഫലം തീർച്ച തന്നെയാണ്. ഒരു നാമജപം കൊണ്ട് പാപങ്ങൾ അകലുമെങ്കിൽ ഈ സ്തോത്രജപം ഏറ്റവും ഗുണകരമാണ്. ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമതകളും ആകുലതകളും അല്ലെങ്കിൽ വിഘ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റി എല്ലാ ഐശ്വര്യത്തിലേക്കും നമുക്ക് ചെന്നെത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമ ജപം നമുക്ക് ഉപകരിക്കുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇത് രാവിലെയും വൈകുന്നേരത്തും മുടങ്ങാതെ ചെല്ലുന്നവരുണ്ട്, രാവിലെ ഒരു നേരം മാത്രം ചൊല്ലുന്നവരുണ്ട്, ഇനി അതല്ല ചൊവ്വാവെള്ളി ദിവസങ്ങളിൽ മാത്രം ചൊല്ലുന്ന ആൾക്കാരുണ്ട്. എന്തു തന്നെ ആയിരുന്നാലും അർത്ഥമറിയാതെ പോലും ജപിച്ചാലും അത്രത്തോളം ഫലം തരുന്നതാണ് ലളിതാ സഹസ്രനാമം എന്ന് മുമ്പേ പറഞ്ഞല്ലോ. അറിയാതെ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ തെറ്റുകുറ്റങ്ങളൊന്നും തന്നെ ജഗത് ജനനി നമുക്കൊരിക്കലും അതിൽ ദോഷങ്ങൾ ഉണ്ടാക്കുകയില്ല. ഒരു 10 തവണയൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു നാമജപം തന്നെയാണ് ഈ ലളിതാ സഹസ്രനാമജപം. കാരണം അതിൻ്റെ ചിട്ട ആ രീതിക്കാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ലാളിത്യം നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്കുകളും അഖിലാണ്ട ഗോടി ബ്രഹ്മാണ്ട ജനനി എന്നുള്ള വാക്കുകളൊക്കെ കേട്ടാൽ തന്നെ നമുക്കവിടെ അറിയാം എന്താണ് ദേവി എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എന്ന് പറയുന്ന പോലെ 1008 നാമങ്ങളിലും നമുക്ക് 1000 നാമങ്ങളിലും ഭഗവതിയുടെ ആദിപരാശക്തിയുടെ രൂപം എന്താണ് എന്ന് നമുക്ക് അത്രത്തോളം ഗ്രഹിച്ചെടുക്കുവാൻ അത് നമ്മൾ ഉപാസിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ലോകത്ത് മറ്റെന്തെല്ലാം വിഷമതകളുണ്ടെങ്കിലും ഒരു മാതാവിൻ്റെ സ്നേഹം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ എന്ത് വിഷമതകളിൽ നിന്ന് നമുക്ക് കരകയറാൻ നമുക്ക് മറ്റൊന്നും വേണ്ട. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ലളിതാ സഹസ്രനാമം ജപിച്ചു തുടങ്ങാൻ എല്ലാവരും അറിയിക്കുകയാണ്. പിന്നെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഭാഗ്യം തേടി കണ്ടെത്തുന്നവരാണ് നമ്മൾ. അങ്ങനെ കണ്ടെത്തുമ്പോൾ ആ ഭാഗ്യശാലി ഞാനാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, ആ ലളിതാദേവിയെ ഉപാസിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ ജീവിതത്തിൽ ഒരു ക്ലേശങ്ങളും ഒരിക്കലും ഉണ്ടാവുകയില്ല എന്ന് 101% ഉറപ്പിച്ച് ഞാൻ പറയും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും ഞാൻ കരുതുന്നു. ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.